ഗൈസ് അപ്പോൾ നമ്മളൊരു ബിയർ മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയതാണെ പീക്കിലായിരുന്നു. നമ്മളാണ് ഒരു മരവീട്ടിലോട്ട് ഓടിക്കയറുവാണ്. അപ്പം നമുക്കാണ് കിട്ടിയ കണ്ണ് AC-18 ആണ്. അപ്പം നമ്മൾ AC-18 വെച്ച് എനിമീസിനെ കൊല്ലാൻ വേണ്ടി ഡയറക്റ്റ് പീക്കിലോട്ട് റഷ് ചെയ്ത് കയറി ചെല്ലുവാണ്. ഇവിടെയാണ് അത്യാവശ്യം ഫൈറ്റൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഒരു കുമ്മനടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ അതൊന്നും നടന്നില്ല. അപ്പം നമ്മളാണ് പീക്കിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒരു എനിമി ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് ഗ്ലൂ ആൾട്ട് കവർ എടുത്തപ്പോഴാണ് സൈഡിൽ നിന്ന് അടിച്ച് നമ്മളെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടീംമേറ്റ്സ് നമ്മളെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജാതി ടീംമേറ്റ്സ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരൊന്നും അല്ല, ബംഗാളീസ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ടീംമേറ്റാണ് ഇവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെ എന്തോ ഭാഗ്യത്തിന് ടീംമേറ്റ് റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പീക്കിലോട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഇനി ചാവല്ലെന്ന് വിചാരിച്ച് തന്നെയാണ് ഇറങ്ങിയത്. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും കാണുന്നവരൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോട്ടാ. ഈ വീഡിയോ ഏതായാലും ഒരു 6 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. അത്ര സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. ഇൻസ്റ്റയിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് 30ൻ്റെ റെഡിയും കൂടി ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പവറാക്ക്. നമ്മളാണെങ്കിൽ പീക്കിലിറങ്ങി അവിടെയുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ പെറുക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഒരു എനിമി ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫേമസ് വെച്ച് അടിച്ച് അവൻ്റെ ടീം അങ്ങനെ വൈപ്പാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റിന് കണ്ടതാണ്, നമ്മൾ കണ്ടതൊന്നുമല്ല. ഫസ്റ്റ് കില്ലായതുകൊണ്ട് നമുക്ക് നൈസായിട്ട് നല്ല ഇമോട്ടും അടിച്ച് കൊടുത്തിട്ടുണ്ട്, വെറുപ്പിച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നൈസായിട്ട് ആർസണലിൻ്റെ ലൂട്ട് ചെയ്യാൻ വേണ്ടി നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മുന്നായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത അനിമയുടെ ലൂട്ട് ബോക്സും കൂടെ നമ്മൾ ആ ലൂട്ടും കാര്യങ്ങളൊക്കെ പെറുക്കി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആർസണലിലോട്ട് ലൂട്ട് അടിക്കാൻ പോയിട്ടാ. നമ്മളങ്ങനെ മറ്റേ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ ഇതില്ലേ ചാർജ് സാധനം, ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആർസണലിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കാണ് AC-18 കാർ98 കിട്ടിയിട്ടുണ്ട്. അതും Y ആണ് കിട്ടിയത്. കാർ98 Y ആണ്. കാർ98 Y ഒക്കെ ഉണ്ട്, പിന്നെ പറയണ്ട. അത് കിട്ടിയാൽ തന്നെ ബൂയാണ്. ബൂയ അടിക്കണമെന്നൊരു വിചാരം തന്നെ ഉണ്ടാവും അത് കിട്ടിയ. അപ്പം അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് പേർക്ക് അതിലും കാണും, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടാണ് ഈ ഒരു എനിമി അവിടെ ഉണ്ടായിരുന്നത്. അവനെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ അവനെ നൈസായിട്ട് ഫിനിഷിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു ഫൈറ്റ് നടപ്പുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്ലൂ ഇട്ട് കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ നൈസായിട്ട് ഫയർ ചെയ്ത് കാർ98 ഒരു നോക്കിയിട്ടിട്ടുണ്ട്. നൈസായിട്ട് ഗ്ലൂ വാളിൻ്റെ അകത്തൂടെയൊക്കെയാണ് അടിച്ച് നോക്കിയിട്ടിട്ടുള്ളത്. രണ്ടാമത്തെ എനിമീനെ നൈസായിട്ട് ഒരു 93 കൂടെ കൊടുത്ത് നോക്കാക്കിയിട്ടുണ്ട്. Is naked, and I really hate it. I really hate it. I just wanna make it through all this fake shit. Living in the real life, living for some real times. Talk about the real. അപ്പം നമ്മൾ ഫിനിഷ് ചെയ്ത എനിമീസിൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് പെറുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ ലൂട്ടും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്ന് ഒരുത്തൻ അടിച്ചായിരുന്നു. അപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് കിട്ടിയ അടിയായിരുന്നു. നമ്മൾ ബ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കവർ എടുത്തിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഒടുക്കത്തെ കുത്തിപ്പിടിയായിരുന്നു. നമ്മൾ റഷ് ചെയ്ത് കയറും. അപ്പം നമ്മൾ ക്യാരക്ടറുള്ളതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ, HP ഇറക്കിക്കൊണ്ടിരിക്കുക. അവനൊക്കെ ചേറി ചെന്ന് കുത്തിപ്പിടിച്ച് അവനടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അവനടിച്ച് നോക്കാക്കിയപ്പോഴേക്കും നമ്മുടെ HP ഒക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഹെൽത്തും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാരക്ടർ ഉപയോഗിച്ച് പിന്നെ മെഡ്കിറ്റ് അടിക്കുവാണ്. അപ്പോൾ അവിടുന്ന് നൈസായിട്ട് നമ്മൾ ഏതായാലും വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ സ്കാനറിലാണ് ഒരു എനിമീനെ കണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്കോപ്പ് ചെയ്ത് അവനെ അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. അവനെ ഫിനിഷും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒരു പാവം പിടിച്ച എനിമിയായിരുന്നു. എവിടുന്ന് അടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റിയില്ല അവന്. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണെങ്കിൽ വേറെ ഒരു എനിമീനെ കൂടെ കണ്ടായിരുന്നു. അവനാണ് ഗ്ലൂ ഇട്ട് കവർ എടുക്കുമായിരുന്നു. അവനൊരു സത്യം പറഞ്ഞ ഒരു മണ്ടനായിരുന്നു. അവൻ എനിക്ക് കവർ എടുക്കാതെ അവനെ നിന്ന് വന്ന് അവനെയും കൂടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കാക്കിയ എനിമീനെ നമ്മൾ നൈസായിട്ട് ഫിനിഷും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടോട്ടൽ 7 കില്ലായിക്കിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെ ഒരുത്തനടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അവന് നൈസായിട്ട് നല്ല രീതിക്ക് തന്നെ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടീമേറ്റ് നോക്കായി കിടപ്പുണ്ടായിരുന്നു. ഗ്ലൂ വാൾ വീണ ഇച്ചിരി കഴിഞ്ഞായിരുന്നു. നമ്മൾ കയറി ചെന്ന് പിന്നെയും ഗ്ലൂ വാളിട്ട് നമ്മുടെ ടീമേറ്റിനെ നൈസായിട്ട് റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാമേജ് കൊടുത്ത എനിമി എവിടെ പോയെന്ന് അറിയത്തില്ല. അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ നൈസായിട്ട് സോണിലോട്ട് റഷ് ചെയ്ത് കയറുവാണ്. നമ്മുടെ ടീമേറ്റ്സ് എല്ലാം നോക്കായിട്ടോ. ഒരുത്തൻ പടവായി, ഒരുത്തൻ നെറ്റ് പോയിരിക്കുവാണ്, പിന്നെ ഒരുത്തൻ പടവാകാറായ അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി സോണാണെങ്കിൽ നല്ല ഇതായിരുന്നു. ചാകു എന്ന് പറഞ്ഞ ഒരു നിമിഷമായിരുന്നു. നല്ല കട്ടിയ സോണായിരുന്നു. അപ്പം നമ്മൾ കയറി ചെന്ന് ഒരു ഗ്ലൂ ആൾട്ട് കവർ എടുത്ത് നമ്മളൊരു സൂപ്പർ മെഡിക്കിറ്റ് അടിച്ചു കേട്ടോ. അവിടെയാണ് നല്ല ഫൈറ്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഇവിടുന്ന് നോക്കി ഫുള്ള് സേഫാണെന്നൊക്കെ നോക്കിയിട്ട് നൈസായിട്ട് നമ്മൾ
സേഫ് ആകണമല്ലോ. അപ്പോൾ നൈസായിട്ട് നമ്മൾ പാറയുടെ അങ്ങോട്ട് പോയിട്ടോ. നൈസായിട്ട് പാറയുടെ അവിടെ പോയിട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എനിമി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്കോപ്പ് ചെയ്ത് 2 അടി കൊടുക്കുക തന്നെ അവൻ ടീം വൈപ്പ് ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ നമുക്ക് 8 കില്ലായിട്ടോ. അലൈവ് ഇനി 4 പേരുണ്ട്, ഇനി 3 എനിമീസും കൂടെ ഉള്ളു. അപ്പം നമ്മളാണെങ്കിൽ നൈസായിട്ട് സോണിൽ കയറാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സോണും വന്നായിരുന്നു. അപ്പം നൈസായിട്ട് നമ്മൾ സേഫ് സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് സൈഡിൽ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കളി എങ്ങനെയെങ്കിലും നെക്കി പിടിച്ചെങ്കിലും ബുയി അടിക്കണം കേട്ടോ. എല്ലാത്തിനും അറഞ്ചം പറഞ്ഞ് പൊട്ടിച്ചടിക്കണം പോട്ടെ. അങ്ങനെ നമ്മൾ നൈസായിട്ട് ഗ്ലൂവും കാര്യങ്ങളൊക്കെ കേട്ട് കയറിയപ്പോഴാണ് ഇവിടെ ഒരുത്തനാണ് കുത്തി അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം അവൻ എങ്ങനെയൊക്കെയോ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. അവനേതായാലും പടമാവും. അപ്പം നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ഈ കളി ഫുള്ള് ലക്കിന് എല്ലാം ഇന്ന് നമ്മളിങ്ങനെ നൈസായിട്ട് കയറി ഇങ്ങനെ ഇന്ന് പോയി ആ ടവറിൻ്റെ അവിടെ പോയി കവർ അടിക്കാനായിരുന്നു കേട്ടോ. അവിടം വരെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടവറിൻ്റെ അവിടെ പോയി ഇപ്പോൾ കാര്യങ്ങളൊക്കെ പിടിച്ച് മെഡും കാര്യങ്ങളൊക്കെ അടിക്കുവാണ് കേട്ടോ. ഞാൻ മെഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഹെൽത്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയാണ് ഒരു പെണ്ണുമ്പിള്ളയാണെങ്കിൽ അവിടുന്ന് ബോട്ടാണോന്ന് ചോദിച്ചാൽ അതുമല്ല, പിന്നെ നല്ല ഡാമേജും തരുന്നുണ്ട്. അർജം നമുക്ക് ഡാമേജ് വരുന്നുണ്ട് കേട്ടോ. ആ പെണ്ണുമ്പിള്ള മാത്രമേ ഉള്ളൂ. ആ പെണ്ണുമ്പിള്ളയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുമായിരുന്നു. നമ്മളാണ് അവിടെ പോയെന്ന് പറഞ്ഞ് അങ്ങോട്ട് ബോംബൊക്കെ എടുത്തെറിഞ്ഞ്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വന്നു കിട്ടുക. നമ്മളാണെങ്കിൽ പേടിച്ച് കിലോമീറ്ററൊക്കെ എറി. ഈ പെണ്ണുമ്പിള്ള കുത്തിപ്പിടിച്ച് നമ്മളിരിക്കുക. അങ്ങനെ ആ പെണ്ണുമ്പിള്ളേനെ അടിച്ച് ഈ കളി നമ്മൾ ബുയെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ പാടുപെട്ടാണ് ബുയെ അടിച്ചത്. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം എല്ലാവരും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയക്കാൻ നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനും മികച്ച ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്. വീഡിയോ അയക്കാനുള്ള ഇൻസ്റ്റാ ഐഡി എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണും കേട്ടോ.